ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പെട്ടെന്നൊരു ഫ്ലഡ് വരികയാണ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നേച്ചുറൽ ഡിസാസ്റ്റർ സംഭവിക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു സ്റ്റാമ്പേഡ് സംഭവിക്കുകയാണ്. പലപ്പോഴും ഇത്തരം അൺഫോർച്ചുനേറ്റ് ഇവൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ കാഷ്വാലിറ്റി ഭയങ്കര കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. അതിന് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം ഒരു സിറ്റുവേഷൻ ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും പറ്റുന്നില്ല എന്നുള്ളിടത്താണ് ഈ കാഷ്വാലിറ്റീസ് കൂടുകയും അതിൻ്റെ വ്യാപ്തി ഭയങ്കര ഭീകരമാവുകയൊക്കെ ചെയ്യുന്നത്. അതിൽ ഈ ഒരു സിറ്റുവേഷനിലാണ് ക്രൗഡ് മാനേജ്മെൻറ്റ് അതല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോലെയുള്ള കോഴ്സുകളുടെ റെലവൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഫോർച്ചുനേറ്റ് ഇവൻറ്റ്, അത് ഇറ്റ് കുഡ് ബി എനിത്തിങ്, അത് സംഭവിക്കാനുള്ള സാധ്യത പ്രെഡിക്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനോട് വളരെ ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക, അതിന് റിക്കവർ ആകുക. ഇത്തരം കാര്യങ്ങളാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്രൗഡ് മാനേജ്മെൻറ്റ് പോലെയുള്ള കോഴ്സുകളിൽ പഠിപ്പിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഡെയിലി വരുന്ന അപ്ഡേറ്റ്സിലൊന്നാണ് ഇന്ന് മഴ പെയ്യുമെങ്കിൽ എത്ര മില്ലിമീറ്ററിൽ പെയ്യും, ഏത് സമയത്ത് പെയ്യും. ഇന്നത്തെ കാലത്ത് ഒന്നും കൂടി അക്യുറേറ്റ് ആയിട്ടാണ് ഇവരത് പ്രൊവൈഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇത്തരം കോഴ്സുകളുടെ സ്വാധീനം വളരെ വലുതാണ്. അതുപോലെ തന്നെയാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോലെയുള്ള കോഴ്സുകളുടെ കാര്യം. ഇപ്പോൾ നമുക്കറിയാം, റീസെൻ്റായിട്ട് ഒരുപാട് വേഴ്സ്റ്റ് സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ആളുകളും അതിൻ്റെ വേക്കൻസീസും ഇല്ല എന്നുള്ളതല്ല, അതിൻ്റെ നമ്പേഴ്സ് ഓഫ് പേഴ്സൺസ് വളരെ കുറവാണ്, യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല. ഇത്തരം കോഴ്സുകൾ പഠിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം കുറവാണ്, കോഴ്സുകളുടെ അവൈലബിലിറ്റി കുറവാണ്, പുതിയ ടെക്നോളജീസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ് വളരെയധികം കുറവാണ്. അതുകൊണ്ടൊക്കെയാണ് കൂടുതലും നമ്മളെ ഇത് എഫക്റ്റ് ചെയ്യുന്നത്. റീസെൻ്റായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു, കഴിഞ്ഞ IPLൻ്റെ വിക്ടറി പരേഡിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ 10,000 ആളുകൾ വരികയും അത് വലിയൊരു ഡിസാസ്റ്റർ ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എക്സിക്യൂഷനും അതിന് അനുമതി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഈ പറയുന്ന കോഴ്സിൻ്റെ സിലബസിൻ്റെ ഭാഗമാണ്. കേട്ടോ, എങ്ങനെ നമുക്കൊരു ഒരു ഒരു സ്പേസിൽ അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം ആളുകളുടെ എണ്ണം ഉണ്ടാവും, അങ്ങോട്ടേക്കുള്ള ഫ്ലോ കൺട്രോൾഡ് ആയിരിക്കും, അവിടെ തിരിച്ച് പുറത്തേക്കുള്ള എക്സിറ്റ് കൺട്രോൾഡ് ആയിരിക്കും. ഇത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് സത്യത്തിൽ അന്ന് വലിയൊരു ദുരന്തം ബാംഗ്ലൂരിൽ ഉണ്ടായത്. സമാനമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നമ്മുടെ എറണാകുളത്ത് കുസാറ്റിൽ ഒരു ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2 വർഷം മുന്നേ ഉണ്ടായിരിക്കുക. നാച്ചുറൽ ഡിസാസ്റ്ററുകൾ സ്പെഷ്യലി കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് റിപ്പീറ്റഡ്ലി ഉണ്ടാവുന്നുണ്ട്. പലതും നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണെങ്കിൽ പോലും ചിലതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും അത് എക്സ്പെക്ട് ചെയ്യാനും അതിന് അക്കോർഡിംഗ് ആയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനൊക്കെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സത്യത്തിൽ ഇത്തരം കോഴ്സുകൾ അത് പഠിക്കുന്ന ആളുകളെ ഇത്തരം സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. സോ വളരെ വലിയ റെലവൻസ് ഉണ്ട് ഇത്തരം കോഴ്സ് പഠിച്ച അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്ന ആളുകൾക്ക്. ഗവൺമെൻറ്റലായിട്ടുള്ള ഏജൻസികളിൽ അതല്ലെങ്കിൽ ഇപ്പോൾ നോൺ ഗവൺമെൻറ്റൽ NGOസിലൊക്കെ ഒരുപാട് ഹൈപെയ്ഡ് ആയിട്ട് തന്നെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇത്തരം ആളുകൾക്ക് കിട്ടുന്നുണ്ട്. അതിപ്പോൾ വാർ സോണിലാണെങ്കിലും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ നടക്കുന്ന സ്ഥലത്താവട്ടെ, അതല്ലെങ്കിൽ മാൻമെയ്ഡോ അതല്ലാത്തതോ ആയിട്ടുള്ള ഡിസാസ്റ്ററുകൾ സംഭവിക്കുന്ന സമയത്താവട്ടെ, സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഇതിൻ്റെ വ്യാപ്തി കുറക്കാനും കാഷ്വാലിറ്റീസ് കുറക്കാനും നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിട്ട് ഇതിനെ മാനേജ് ചെയ്യാനൊക്കെ പറ്റുന്നു എന്നുള്ളതാണ് ഇത്തരം കോഴ്സ് പഠിച്ച ആളുകൾ ഇതിൻ്റെ പിന്നിൽ ആക്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് ഈ ഒരു മാനേജ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടുള്ള ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ളതോ ഡെവലപ്പിംഗ് ആയിട്ടുള്ളതോ രാജ്യങ്ങളിൽ പല ഇവൻറ്റ്സും നടക്കാറുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് കാഷ്വാലിറ്റീസൊക്കെ ആളുകളുടെ എണ്ണം കൂടുന്തോറും അവിടെ സംഭവിക്കാറുണ്ട്. എന്നാൽ അതേസമയം നമ്മൾ ഡെവലപ്ഡ് കൺട്രീസിലുള്ള ഇവൻറ്റ്സോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഇത്തരം ട്രാജഡീസൊക്കെ വളരെ കുറവാണ്. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ, അവർ വെൽ പ്ലാൻഡ് ആണ്. ആ ഒരു പ്ലാനിങ്ങിലൂടെ അവർ നല്ല രീതിയിൽ ആ ഇവൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് വളരെ ഫെയർ ആയിട്ടുള്ള, അതായത് എല്ലാവർക്കും നല്ല രീതിയിൽ പങ്കെടുക്കാനും അത്തരം ഇവൻറ്റുകൾ എൻജോയ് ചെയ്യാനൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. ഇതിൻ്റെയൊക്കെ ബാക്ക് എൻഡിൽ വർക്കൗട്ട് ചെയ്യുന്നത് ഇതുപോലെയുള്ള കോഴ്സുകൾ പഠിച്ച ആളുകളോ ഇതുപോലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാര്യം കൂടി ചേർത്ത് പറയാം. മുമ്പ് ജപ്പാനിലൊരു ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ളൊരു സുനാമി ട്രാജഡിക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള കാഷ്വാലിറ്റീസ് അവർക്ക് ഉണ്ടായി. എന്നാൽ അതിനുശേഷം നമ്മളൊക്കെ കണ്ടതൊരു മാജിക്കാണ്. നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്ര വേഗത്തിലാണ് അവർ ആ ഒരു രാജ്യം വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്തെടുത്തത്. അത് മാത്രമല്ല, ഇനി ഒരു സുനാമിയോ നാച്ചുറൽ ഡിസാസ്റ്ററോ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും തടയാമെന്നുള്ളതിലുപരി എങ്ങനെ സർവൈവ് ചെയ്യാം, അല്ലെങ്കിൽ ഇനിയൊരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ നേരിടാം എന്നുള്ള കാര്യങ്ങളും കൂടി അവർ ഡെവലപ്പ് ചെയ്തെടുത്തു. അത് ഭയങ്കര വലിയൊരു ഇമ്പാക്റ്റാണ് ആ രാജ്യത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇത്തരത്തിലുള്ള അൺഫോർച്ചുനേറ്റ് ഇവൻറ്റുകൾ, അതായത് നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും നമുക്കത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ല. ബട്ട് അത് സംഭവിക്കാനുള്ള സാധ്യതകൾ മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് ആളുകൾ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി എസ്പെഷ്യലി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ നമ്മുടെ മെയിൻ കൺസേണുകളായിട്ട് വരികയാണ്. അപ്പോൾ ഇത്തരം കോഴ്സുകൾ പഠിച്ച ആളുകൾ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരേ സമയം അതിൻ്റെ കരിയർ പ്രോസ്പെക്റ്റീവുകൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സോഷ്യൽ സർവീസ് മെൻറ്റാലിറ്റി ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഇതിൻ്റെയൊക്കെ റെലവൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഹ്യൂമൻ ബീയിങ് ഗ്രോത്തിലേക്ക്, ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്തോറും നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് സോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇത്തരം പ്രോഗ്രാമുകളുടെ റെലവൻസ് എന്ന് പറയുന്നത്.